നടന്നു. പിന്നെ നമ്മുടെ ബസ് ജസ്ജിത്ത് പൊളിയാണ്. എല്ലാവർക്കും ബസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലേക്ക് അഭിനയിച്ചതും. സോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മളെ VDC വ്ളോഗ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. പറയാൻ കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞൊരു എപ്പിസോഡ് വരെ നമ്മുടെ ചാനലിൻ്റെ പേര് VDC ഓൺലൈൻ എന്നായിരുന്നു. അത് നമ്മൾ മാറ്റി വ്ളോഗ്സ് എന്നാക്കിയിട്ടുണ്ട്. സോ കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നത് ഒരു സ്റ്റോറി എപ്പിസോഡായിരുന്നു, അനിലും ഹോളിഡേയ്സിൻ്റെ. ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി നെക്സ്റ്റ് ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് ഞാൻ കിടക്കാൻ പോവാം. ജസ്ജിത്ത് ഹോളിഡേയ്സ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയാം. അതായത് നിങ്ങളൊരു ഏതായാലും കുറച്ച് പേർക്ക്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും അറിയാവുന്ന ഒരു വണ്ടിയാണ് ജസ്ജിത്ത് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ പ്രത്യേകത വേറെ ഒന്നുമില്ല, ഒരു 18 വയസ്സുള്ള മച്ചാനാണ് ഇതിൻ്റെ ഓണർ. ആ 18 വയസ്സുകാരൻ്റെ വണ്ടിപ്രാന്താണ് ഈ ജസ്ജിത്ത് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഷോപ്പിലിരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും നമ്മളെ അടുത്ത് നിന്നാണ് ഒരു മച്ചാൻ അതിൽ കമൻറ്റ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തള്ളടാന്ന്. അതുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടാണ് തള്ളാൻ തുടങ്ങിയത് ഇന്ന് മുതൽ. തള്ളിയതല്ല, നമ്മൾ ആ കൊമ്പൻ്റെ വീഡിയോ ചെയ്തപ്പോഴാണ് അവർ തള്ളുകയെന്ന് പറഞ്ഞത്. സോ അപ്പോൾ ജസ്ജിത്ത് ഹോളിഡേയ്സിൻ്റെ കഥയിലേക്ക് വരാം. ഈ ജസ്ജിത്ത് ഹോളിഡേയ്സിലെ നമ്മളെ മച്ചാൻ്റെ പേരാണ് ഏലിയാസ്. അതാണ് ആളുടെ ഒഫീഷ്യൽ പേര്. ജിത്ത് എന്നാണ് എല്ലാവരും വിളിക്കുക. അങ്ങനെ ഏലിയാസ് ജിത്ത്, ആ മച്ചാൻ്റെ വണ്ടിയുടെ പേരാണ് ഈ ജസ്ജിത്ത് എന്ന് പറയുന്നത്. സോ 2000 കാലഘട്ടത്തിന് മുന്നേ തന്നെ ഏകദേശം ഈ ഓമല്ലൂർ, പത്തനംതിട്ട ഓമല്ലൂർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടീമാണ് ജസ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ്. അവർക്ക് ഒരുപാട് ലോറി, JCB അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് അങ്ങനത്തേലൊക്കെയാണ്. സോ നമ്മൾ ഈ ജിത്ത് എന്ന് പറയുന്ന ഈ മച്ചാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ജസ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ല, ആ ഒരു ഗ്രൂപ്പ് അവിടെ വർക്കിംഗ് ആണ്. ഈ മച്ചാൻ്റെ അപ്പച്ചനാണ് നമ്മളെ ഈ ജസ്ജിത്ത് ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്നത്. അതിൽ ജിസ എന്നാണ് നമ്മളെ ഈ മച്ചാൻ്റെ മൂത്ത പെങ്ങളുടെ പേരാണ്. പിന്നെ ജീത്ത രണ്ടാമത്തെ പെങ്ങളുടെ പേരാണ്. ഈ മച്ചാൻ്റെ പേര് ഏലിയാസ് ജിത്താണ്. അങ്ങനെ ഈ ജിസയും ജിത്തും ചേർന്നിട്ടാണ് ജസ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു ടീം ഉണ്ടായത്. പക്ഷേ ഈ മച്ചാൻ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെയാണ് ഇത് ഉണ്ടായത്. അങ്ങനെ അതിൽ ജിത്ത് ഈ മച്ചാനായി എന്ന് മാത്രം. സോ അങ്ങനെ ഈ മച്ചാൻ ചെറുപ്പം മുതൽ തന്നെ വണ്ടികളുടെ അടുത്ത് നല്ല ആരാധനയുണ്ട്. അതായത് അവർക്ക് ലോറി, JCB ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഈ മച്ചാൻ ഒരു ആരാധനയുണ്ട്. പയ്യെ ആ ആരാധന വളർന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബിൽ മച്ചാൻ വണ്ണസിൻ്റെ വീഡിയോ കാണുകയാണ്. അങ്ങനെ ആ വണ്ണസിൻ്റെയും കൊമ്പൻ്റെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഈ മച്ചാൻ ടൂറിസ്റ്റ് ബസ്സിനോടുള്ള ആരാധന മൂക്കുന്നത്. ഈ മച്ചാനെ ഏറ്റവും പ്രചോദനമാക്കിയിട്ടുള്ളത് നമ്മളുടെ ദീപു ചേട്ടൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നുണ്ട്, വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഈ മച്ചാൻ അങ്ങനെ പറയാണ് അപ്പച്ചൻ്റെ അടുത്ത് പറയാണ് ബസ്സിനോടുള്ള ആഗ്രഹം. അവർക്കും അറിയാം. അങ്ങനെ 2018 നമ്മളെ ജസ്ജിത്ത് ഹോളിഡേയ്സ് ഫസ്റ്റ് ഒരു ബസ് എടുക്കുന്നത്. അതൊരു BMR വണ്ടിയായിരുന്നു. ആ വണ്ടിയുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വണ്ടി പുഷ് ബാക്ക് വണ്ടിയായിരുന്നു. അതായത് ഇവർ ഈ ഫീൽഡിലേക്ക് തുടക്കമായതുകൊണ്ട് തന്നെ ഇവരെ ഒരുപാട് പേര് കളിയാക്കി. ഇവർ ആ ഫീൽഡിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ആ ഒരു വണ്ടി ഇവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിൽക്കുകയാണ് ചെയ്തത്. കാരണം പുതിയൊരു ഫീൽഡ് ആയതുകൊണ്ടും അവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും അവർ ആ ഒരു വണ്ടി മറച്ച് വിൽക്കുകയാണ് ചെയ്തത്. സോ അന്ന് മുതൽ തന്നെ അവർക്ക് ഒരുപാട് ഹെയ്റ്റേഴ്സും നെഗറ്റീവ് പറയാനും തള്ളി പറയാനുള്ളവർ ഒരുപാട് വന്നു തുടങ്ങി. ജസ്ജിത്ത് തകർന്നു, ഇനിയൊരു തിരിച്ചുവരവില്ല, അവരെ കൊണ്ട് ഇത് പറ്റില്ല, അവരെ ഒഴിവാക്കി പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ കംപ്ലീറ്റ് എല്ലാവരും തകർക്കാനാണ് ശ്രമിച്ചത്. അതുമാതിരി നമ്മുടെ ഈ ജസ്ജിത്ത് ഹോളിഡേയ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാൻസിനേക്കാൾ കൂടുതൽ ഹെയ്റ്റേഴ്സ് ഉള്ളൊരു വണ്ടിയാണ്. ആ ഹെയ്റ്റേഴ്സ് ഇപ്പോൾ ഫാൻസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ജസ്ജിത്ത് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മളെ ജസ്ജിത്ത് ഹോളിഡേയ്സ് എടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്ജിത്ത് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ വണ്ടി അറിയുന്നവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വേഗ വണ്ടിയുണ്ട്. വണ്ടി അതാണെന്ന് മനസ്സിലായില്ലേ? ഇന്ന് ജാക്ക് സ്പെയർ എന്നറിയപ്പെടുന്ന ആ വണ്ടിയുടെ ഫസ്റ്റ് പേര് ഓമല്ലൂർക്കാരൻ എന്നായിരുന്നു. ആ ഒരു വേഗ വണ്ടിയുടെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കഥയാണ്. ഈ ഒരു മച്ചാൻ പോലും അറിഞ്ഞിട്ടില്ല ആ വണ്ടി വാങ്ങിയിട്ട് അപ്പച്ചൻ കൊണ്ടുവരുന്നത്. ഈ ജസ്ജിത്തിൻ്റെ എല്ലാ വണ്ടികളും സർപ്രൈസായിട്ടാണ് ഈ മച്ചാന് വാങ്ങി കൊടുക്കുന്നത് അപ്പച്ചൻ. അതായത് 2018 നവംബർ 14 നമ്മളുടെ ജസ്ജിത്ത് ഹോളിഡേയ്സ് ഈ ഒരു വണ്ടി എടുക്കുന്നത്. ഈ നവംബർ 14 രാവിലെ നമ്മളുടെ ജിത്ത്, അതായത് ഏലിയാസ് മച്ചാൻ അപ്പച്ചൻ രാവിലെ ഒരു 4 മണിക്കൊക്കെ വിളിച്ചുണർത്തിയിട്ട് പള്ളിയിൽ പോകാനാണ്, പ്രാർത്ഥിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ പറയാണ് ജസ്ജിത്തിന് ഇങ്ങനെ ഒരു പുതിയ വണ്ടി വരുന്നുണ്ട്, പണി കഴിഞ്ഞൊന്ന് എത്തും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ മച്ചാനൊന്നും വിശ്വസിച്ചിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വിശ്വസിച്ചിട്ടില്ല.
അതിനുശേഷം ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇവരുടെ ഒപ്പം ചെറുപ്പം മുതലുള്ള ഇവരുടെ ഡ്രൈവറുണ്ട്, ആ മച്ചാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ജിസ്ജിത്തിന് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്. ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഈ മച്ചാനൊക്കെ ശരിക്കും വിശ്വസിക്കുന്നത്. അതായത് ശരിക്കും ഒരു ഞെട്ടിക്കലാണ്, നമുക്കൊരു കളിപ്പാട്ടം വാങ്ങി തരുന്ന മാതിരി ഒരു ബസ് വാങ്ങിയിട്ട് വരികയാണ്. അതായത് ഈ മച്ചാന് ബസ്സിനോടുള്ള ആരാധന മനസ്സിലാക്കിയിട്ടാണ് അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വണ്ടിയാണ് നമ്മളുടെ ജിസ്ജിത്ത് ഹോളിഡേയ്സ് നെക്സ്റ്റ് എടുക്കുന്ന വണ്ടി. ഓമല്ലൂർക്കാരൻ എന്നായിരുന്നു ആ വണ്ടിയുടെ ഫസ്റ്റ് എഡിഷൻ നെയിം. പിന്നെ അത് മാറ്റിയിട്ട് ജാക്ക് സ്പാരോ എന്നാക്കി മാറ്റിയാണ് ചെയ്തത്. ഇപ്പോഴും ആ വണ്ടി കോളേജുകളെ ഇളക്കി മറിച്ചിട്ട് ഓടുന്നുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ജില്ല, അതായത് ടൂറിസ്റ്റ് ബസ്സിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട. അതുമാതിരി തൊട്ടടുത്തെടുക്കുന്ന ജില്ല ആലപ്പുഴ ആയാലും അവിടെയും ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. ആ ഒരു ഏരിയയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ കോമ്പറ്റീഷനുള്ള ഏരിയയാണ് പത്തനംതിട്ട, ആലപ്പുഴ, ആ ഒരു ഏരിയ. സോ ആ ഒരു ഏരിയയിലാണ് നമ്മളെ ജിസ്ജിത്ത് ഹോളിഡേയ്സുമാരി ഒരു പുതിയ പ്രസ്ഥാനം പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. ഒരുപാട് പ്രശ്നങ്ങളുടെ അതുമാതിരി തളർത്തലുകളും കുത്തുവാക്കുകളുടെയൊക്കെ ഇടയിലൂടെയാണ് നമ്മളെ ജിസ്ജിത്ത് ഹോളിഡേയ്സ് വളർന്നു വരുന്നത്. അങ്ങനെ ഈ വെഗ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ജിസ്ജിത്ത് ഹോളിഡേയ്സ് എടുക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സർപ്രൈസാണ്. അതായത് ഈ മച്ചാന് കിട്ടുന്ന നെക്സ്റ്റ് സർപ്രൈസാണ് ഇവരുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത്. ആ വണ്ടിയുടെ വിശേഷം ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ നമ്മളുടെ ജാക്ക് സ്പാരോൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് വാ. നളതമയന്തി കഥയിലെ അരയെന്നും പോലെ കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളെ മലർവിഴിയാളെ. നമ്മുടെ ജാക്ക് സ്പാരോൻ്റെ വീഡിയോ എല്ലാ മച്ചാന്മാരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ജാക്ക് സ്പാരോ എന്ന എഡിഷന് ശേഷം നമ്മളെ ജിസ്ജിത്ത് ഹോളിഡേയ്സ് എടുക്കുന്ന അടുത്ത വണ്ടി എന്ന് പറയുന്നത് അടുത്ത സർപ്രൈസാണ്. അത് തൊടുപുഴയിൽ നിന്നാണ് അവരെടുത്തത്. ആ വണ്ടിയുടെ ഇപ്പോഴത്തെ എഡിഷൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തി എന്നാണ്. അതൊരു PMR വണ്ടിയാണ്. ആ വണ്ടി നമ്മളെ ഈ ഏലിയാസ് മച്ചാൻ്റെ ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏലിയാസ് മച്ചാൻ്റെ അപ്പച്ചനും അതേമാതിരി അവരുടെ ഡ്രൈവർ ചേട്ടനൊക്കെ പോയി കണ്ട് വണ്ടി ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് കൊടുത്ത് എമൗണ്ട് അടക്കം സെറ്റിൽ ചെയ്തിട്ട് വണ്ടി എടുത്ത് വരുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് അവരുടെ വീട്ടിൽ പോലും അറിയുന്നത് ഇങ്ങനെ വണ്ടി എടുത്ത് വരാൻ പോവുകയാണ് എന്ന്. സൗണ്ട് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ അങ്ങനെ എടുത്തു വന്ന ഒരു വണ്ടിയായിരുന്നു നമ്മളെ ഈ ചക്രവർത്തി എന്ന് പറയുന്ന വണ്ടി. ആ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ഒരു നരകിച്ച് എടുക്കുന്ന വണ്ടിയാണ്. ഒരു വർക്കും ഇല്ലാതെ അങ്ങനെ ചവറായി എടുക്കുന്ന ഒരു വണ്ടി. അതായത് ആ വണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ സെറ്റ് വർക്ക് വരെ അവർ അയച്ചു വെച്ചു. അതായത് കൈമാറുമ്പോഴുള്ള പഴയ ഓണേഴ്സ് അയച്ചു വെച്ചു. അങ്ങനെ ഈ ജിസ്ജിത്ത് ഹോളിഡേയ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടാണ് ആ വണ്ടിക്കൊരു വൃത്തിയും മെനയും വെച്ചത്. ആ വണ്ടിക്കൊരു കോലം കൊടുത്തത് നമ്മുടെ ജിസ്ജിത്ത് ഹോളിഡേയ്സ് ആയിരുന്നു. അവർ നല്ല രീതിക്ക് വർക്കെടുത്ത് ആ ഒരു വണ്ടി ഇറക്കുകയാണ് വീണ്ടും കളത്തിലേക്ക്. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ ചക്രവർത്തിയുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് വരാം. സോ ചക്രവർത്തിയുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ സർപ്രൈസിലുപരി കുറച്ചും കൂടി അപ്പുറം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
അത് നമ്മളെ ജിസ്റ്റിത്ത് ഹോളിഡേയ്സിൻ്റെ ഷെഡിൻ്റെ അടുത്ത് വേറൊരു ടീമിൻ്റെ ഷെഡുണ്ട്. അവരുടെ അടുത്തൊരു ട്രാവലർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഏലിയാസ് മച്ചാൻ അങ്ങനത്തെ ഒരു ട്രാവലർ വേണം നല്ല ആഗ്രഹമുണ്ട്. കാരണം നല്ല പിക്സൽ വർക്കൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി ട്രാവലറാണ് ഈ ടീമിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഒരു ദിവസം നമ്മളെ ജിസ്റ്റിത്ത് മച്ചാൻ ഷെഡിലേക്ക് പോണ ടൈമിൽ അപ്പച്ചൻ ഈ ഒരു ടീമിൻ്റെ ഷെഡിൽ നിൽക്കുന്നത് മച്ചാൻ കണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടി അതായത് ഒഫീഷ്യലി നമ്മൾ ജിസ്റ്റിത്ത് ഹോളിഡേയ്സ് വാങ്ങി എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മളെ ഏലിയാസ് മച്ചാൻ അറിയണത്. അങ്ങനെ ഈ ഒരു ട്രാവലറിൻ്റെ കീ വാങ്ങുന്നത് നമ്മളെ ഏലിയാസ് മച്ചാനാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഒരാഴ്ച വണ്ടി ഓട്ടം കഴിഞ്ഞ് വണ്ടിയുടെ പേരൊക്കെ മാറ്റിയിട്ട് അതിനു ശേഷമാണ് നമ്മുടെ മച്ചാൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി ജിസ്റ്റിത്ത് ഹോളിഡേയ്സ് എടുത്ത് എന്നുള്ള കാര്യം വീട്ടുകാർ പോലും അറിയുന്നത്. സോ ഇനി നമുക്ക് ട്രാവലറിൻ്റെ വീഡിയോസും ഫോട്ടോസും നമ്മളതിൽ അവൈലബിൾ കുറവാണ്. സോ ഉള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം, അത് കണ്ടിട്ട് വാ നിങ്ങൾ. നഞ്ചൻകോട്ടയിൽ ആരുടെയും കണ്ണീരൊപ്പുന്നുണ്ട്, പക്ഷെ കരയിക്കുന്നവൻ്റെയൊക്കെ തല ഞാൻ അടിച്ചിട്ടുണ്ട്. സോ ട്രാവലറിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് സെറ്റ് വർക്ക് കഴിഞ്ഞ് നല്ലൊരു വണ്ടിയായിരുന്നു. അതിനുശേഷം ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മച്ചാണ്ടല്ലോ ഏലിയാസ് മച്ചാന് ഏറ്റവും കൂടുതൽ പ്രചോദനം ഏകിയ ഒരാളുണ്ട്. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പടനായകൻ ദീപു ചേട്ടനാണ് കൊമ്പൻ്റെ. സോ ആ ഒരു വാക്ക് ഞാൻ എത്ര പറഞ്ഞാലും അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഏലിയാസ് മച്ചാൻ പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കിനി ഏലിയാസ് മച്ചാൻ്റെ വോയിസിലേക്ക് പോവാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ജിസ്റ്റിത്ത് ഹോളിഡേയ്സിന് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഹേറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, അതേമാതിരി കുത്തുവാക്കുകൾ, തളർത്തുക, നെഗറ്റീവ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലൂടെയാണ് ഇന്നും നമ്മുടെ ജിസ്റ്റിത്ത് ഹോളിഡേയ്സ് കടന്നു പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോഴും അവരുടെ ആ ഒരു എന്താ പറയുക വണ്ടിയോടുള്ള ഒരു ആരാധന കാരണമാണ് ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നത്. അന്ന് ജിസ്റ്റിത്ത് മച്ചാനായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ആ മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇതിനെ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടല്ല എൻ്റെ വണ്ടികളെ ഞാൻ കാണുന്നത്. എന്നെ മാതിരിയുള്ള എല്ലാ വണ്ടിപ്രാന്തന്മാരുടെയും മൊത്തം ഒരു പ്രോഫിറ്റ്, അതായത് വണ്ടിയാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ്. അത് നമ്മളെപ്പോലുള്ള എല്ലാ ഒരു വണ്ടിപ്രാന്തന്മാരുടെയും മൊത്തം ഒരു ഇതായിട്ടാണ് നമ്മൾ ജിസ്റ്റിത്ത് മച്ചാൻ കാണുന്നതാണ് മച്ചാൻ പറഞ്ഞത്. സോ പിന്നെ ഈ ജിസ്റ്റിത്ത് മച്ചാൻ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതും തന്നെയായിരുന്നു നമ്മുടെ ജിസ്റ്റിത്ത് ഹോളിഡേയ്സിൻ്റെ ഉദയം തുടങ്ങുന്നത്. ആ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ ഈ മച്ചാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം അത് ആ ടീമിനെ നമ്മൾ കുറ്റം പറയുന്നത് മാതിരിയാണ്. സോ എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം കൊമ്പനൊന്നുമല്ല, വേറെയും ഒരുപാട് ടീംസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടീമുകൾ അടക്കി വാണിരുന്ന കാലമാണ് പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകൾ. അതിൻ്റെ ഇടയിൽ ഈ മച്ചാൻ്റെ സയൻസ് ബാച്ചാണ്. ഈ മച്ചാൻ്റെ ബാച്ചിലുള്ളവർ മാത്രം സമ്മതിച്ചു ജിസ്റ്റിത്ത് വെച്ചിട്ട് നമുക്ക് ട്രിപ്പ് പോകാമെന്ന്. ബാക്കി കോളേജിൽ സ്കൂളുകൾ ആരും സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എതിർത്തത് കൊമേഴ്സുകാരാണെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ആ മച്ച അവർ ദേഷ്യത്തിലൊന്നല്ല പറഞ്ഞത്, ആ സംഭവം എനിക്ക് വിവരിച്ച് തരികയാണ്. അല്ലാതെ ആ മച്ചാനെ കൊമേഴ്സുകാരുടെ അടുത്ത് ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ ജിസ്റ്റിത്തിൻ്റെ വണ്ടി അവരുടെ കോളേജിൽ നിന്ന് ട്രിപ്പ് എടുക്കുകയാണ്. ജിസ്റ്റിത്ത് ഹോളിഡേയ്സിൻ്റെ തന്നെ തലവര മാറ്റിമറിച്ച ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ആ ഒരു ദിവസം നല്ല വരവേൽപ്പും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ ഓമല്ലൂക്കാരെന്ന് പറഞ്ഞ വെള്ള വേഗ ഇന്നത്തെ ജാക്സ് വേരോ ആയിട്ടാണ് അന്ന് നമ്മളെ ജിസ്റ്റിത്ത് മച്ചാൻ ട്രിപ്പ് എടുക്കാൻ പോകുന്നത് നമ്മളെ കോളേജിലേക്ക്.
പക്ഷേ അന്ന് അവിടെ വന്ന എല്ലാ വണ്ടികളേക്കാൾ കൂടുതൽ സെറ്റ് വർക്കാണെങ്കിലും ഹോണാണെങ്കിലും ഒക്കെ നമ്മുടെ ജിസ്ജിത്ത് മച്ചാൻ്റെ വണ്ടിക്കായിരുന്നു കൂടുതൽ. അന്ന് ആ സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുത്ത എല്ലാവരും പിന്നെ പറഞ്ഞൊരു വാക്കാണ്, ജിസ്ജിത്തിൽ പോയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മച്ചാൻ്റെ കഴിവായിരുന്നു, ആ വണ്ടിയുടെ വിജയമായിരുന്നു. സോ ആ ഒരു വണ്ടിപ്രാന്തൻ ഒരു 17 വയസ്സ്, അന്ന് ആ മച്ചാന് കൂടിപ്പോയൊരു 17 വയസ്സേ കാണത്തുള്ളൂ. ആ ഒരു 17 കാണില്ല, ഒരു 16, 17 ആ ഒരു ഏജ്, ആ ഒരു വയസ്സിൽ ആ മച്ചാൻ നേടിയെടുത്ത വിജയം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, ഒരുപാട് വലുതാണ്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ 80% കൂടുതൽ ആൾക്കാർ ഈ ഒരു സ്വപ്നം വെച്ച് നടക്കുന്നതാണ് എന്നെ പോലെ. നമ്മളെ മാതിരിയുള്ള വണ്ടിപ്രാന്തന്മാർക്ക് ഏറ്റവും പ്രചോദനമാവുന്ന കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ അതേ ഏജിലുള്ള ഒരു മച്ചാനാണ് ഒരു വണ്ടി പ്രസ്ഥാനം സ്വന്തമാക്കിയത്. ആ ഒരു മച്ചാൻ്റെ കഥ എനിക്ക് നൽകിയ പ്രചോദനം ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. എന്നെ മാതിരി ഒന്നല്ലെങ്കിൽ ഒരു കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കഥ പ്രചോദനമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ മച്ചാൻ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് വാക്കുണ്ട്. നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക നെഗറ്റീവും അതേമാതിരി കുത്തുവാക്കുകൾ, ചവിട്ടിത്താഴത്തിൽ, പിന്നിന്ന് കുത്തൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഒരിക്കലും പതറരുത്. എപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും പതറരുത്. ഏത് കാര്യത്തിലാണെങ്കിലും, ഈ ഒരു കാര്യത്തിലല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ പിന്മാറി കൊടുക്കരുത്. എപ്പോഴും ഫ്രണ്ടിലോട്ട് കയറി വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കത്തുള്ളൂ. വിജയം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം കുത്തകയായിട്ട് വെക്കാനുള്ള ഒരു സംഭവമല്ല, അത് നമ്മളെല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം, അല്ലാതെ നമ്മുടെ കൈക്ക് ഒരാൾ കൊണ്ടുതരാൻ പോകുന്നില്ല. ഈ ജിസ്ജിത്ത് ഹോൾഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പനും മകനും തമ്മിലുള്ള കോംബോ മാത്രമല്ല, അതിലെ സ്റ്റാഫാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എല്ലാവരെയും ഒറ്റ ഫാമിലി ആയിട്ടാണ് നമ്മളെ ജിസ്ജിത്ത് കൺസിഡർ ചെയ്യുന്നത്. അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒറ്റ ഫാമിലിയാണ്. ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അതായത് ഇനി ഒരു വണ്ടി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്ത് അതിലെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിലാണ് അവർ പോവുക. അതായത് നമ്മുടെ ജനാധിപത്യ രീതി മാതിരി അങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുക. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റ ഫാമിലി എന്നുള്ള കൺസെപ്റ്റാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുമാതിരി ഇന്നും നമ്മുടെ ജിസ്ജിത്തിൻ്റെ പാക്കേജിങ്ങിന് ഒരു നെഗറ്റീവ് വേർഡ്സ് പോലും എവിടെ നിന്നും കേൾക്കാറില്ല. ഏറ്റവും ബെസ്റ്റ് പാക്കേജിംഗ് ആണ് നമ്മളുടെ ജിസ്ജിത്ത് ഹോൾഡേഴ്സിൻ്റെ. നിങ്ങൾക്ക് പത്തനംതിട്ട അല്ലെങ്കിൽ പരിസര പ്രദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിലും കേരളത്തിലെ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും ഇന്ന് ബസ്സുകൾക്ക് പോയി ട്രിപ്പ് എടുക്കാം. ഏറ്റവും നല്ല പാക്കേജ് കൺസിഡർ ചെയ്യുന്ന ഏറ്റവും നല്ല പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമിലൊന്നാണ് നമ്മളെ ജിസ്ജിത്ത് ഹോൾഡേഴ്സ്. സോ നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും ജിസ്ജിത്തിനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജിസ്ജിത്തിൻ്റെ ഫാനായി മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് ഒരുപാട് പേർക്ക് ഉണ്ടായതുമാണ്. സോ ഞാൻ ജിസ്ജിത്ത് ഹോൾഡേഴ്സിൻ്റെ നമ്പർ താഴെ കൊടുക്കുക, നിങ്ങൾ ഒരു വട്ടമെങ്കിലും അത് പരിഗണിക്കണം. പിന്നെ ഒരു കാര്യം, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ പെയ്ഡ് വീഡിയോ അങ്ങനത്തെ ഒന്നുമല്ല. ഈ ഒരു മച്ചാനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ജിസ്ജിത്ത് ഹോൾഡേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. അങ്ങനെ ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്കൊരുപാട് ഇൻസ്പിറേഷനായി. കാരണം നമ്മുടെ അതേ പ്രായമല്ല, നമ്മളെക്കാളും പ്രായം കുറഞ്ഞൊരു മച്ചാൻ്റെ വണ്ടി സാമ്രാജ്യം. ആ ഒരു കഥ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു പ്രചോദനം കുറച്ചൊന്നും ആവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, ഇതുപോലുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതെനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ എൻ്റെ ഫസ്റ്റ് ചാനലായ ടീം വെള്ളുവനാടൻസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം, അതും എനിക്കൊരു ഉപകാരമായിരിക്കും. പിന്നെ പോരായ്മകൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ വെള്ളുവനാടൻസിലും നമ്മളെ ടെലഗ്രാം ചാനലിലും ഞാൻ അടുത്ത പോളിടും. ആ ഒരു പോളിൽ വിജയിക്കുന്ന ടീം ഏതാണോ ആ ടീമിൻ്റെ സ്റ്റോറി ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. പിന്നെ ജയ്ഗുരു ഹോൾഡേഴ്സിൻ്റെ സ്റ്റോറി നമ്മൾ കുറച്ചൊരു ടൈമിക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചതാണ്. അതായിരുന്നു ശരിക്കും ഇന്ന് ചെയ്യേണ്ടിയിരുന്ന സ്റ്റോറി. അത് നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു ഫ്രഷ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം.